സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ MD ആദ്യവർഷ വിദ്യാർത്ഥി ഡോക്ടർ അശ്വിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കൊല്ലം NS ആശുപത്രിയിൽ വെച്ച് ഇന്നലെയാണ് ഡോക്ടർ അശ്വിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിലേക്കാണ് ഈ അവയവം കൊണ്ടുപോവുക. അരുൺരാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകും. അരുൺരാജ്, സങ്കടകരമായ ഒരു കാര്യം ഇതിൻ്റെ മുന്നാലെ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ കാരുണ്യപരമായ ഒരു കാര്യം കൂടി സംഭവിക്കുന്നു. തീർച്ചയായും SK വേദനയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം 3 പേർക്ക് പുതിയൊരു ജീവൻ സമ്മാനിച്ചുകൊണ്ടാണ് ഡോക്ടർ അശ്വിൻ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം NS ആശുപത്രിയിലാണ്. NS ആശുപത്രിയിലേക്ക് ഒരു 3 ദിവസം മുമ്പാണ് ഈ ഡോക്ടർ അശ്വിനെ കൊണ്ടുവരുന്നത്. കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജ് MD ആദ്യവർഷ വിദ്യാർത്ഥിയാണ് ഡോക്ടർ അശ്വിൻ. അശ്വിൻ്റെ മരണം ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവിച്ചത്. ഇതേ തുടർന്ന് ഈ ബന്ധുക്കളുമായി ആശുപത്രി അധികൃതർ സംസാരിക്കുകയായിരുന്നു. കാരണം അവയവദാനം പ്രോത്സാഹിപ്പിക്കണമെന്ന സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ അവയവങ്ങൾ ഇവിടെ നിന്ന് കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ എടുത്ത തീരുമാനം. തുടർന്ന് അശ്വിന്റെ ബന്ധുക്കളുമായി അടക്കം സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് 3 അവയവങ്ങൾ ഇപ്പോൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കണ്ണ്, ഹൃദയവാൽവ്, ശ്വാസകോശം എന്നിവയാണ് ദാനം ചെയ്യുക. കണ്ണ് ചൈതന്യ ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് ശ്രീത്ര ആശുപത്രിയിലേക്കും ഈ ശ്വാസകോശം കിംസ് ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. റോഡ് മാർഗമാണ് ഇപ്പോൾ ഈ അവയവങ്ങൾ കൊണ്ടുപോകാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാന പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഈ ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്യും. കാരണം യാത്രക്കാരുടെ ഈ പരമാവധി സഹകരണം ഇപ്പോൾ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം NS ആശുപത്രിയുടെ ഈ പ്രസിഡന്റ് സാറേ, നമ്മൾ ഏതൊക്കെ ഇവിടുന്ന് ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? നമ്മളിപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് കിംസ് ആശുപത്രിയിലേക്കാണ്. കിംസ് ആശുപത്രിയിലേക്ക് ലിവറും ഇപ്പോൾ ശ്രീചിത്രയിലേക്ക് ഹൃദയ വാൽവാണ് കൊടുക്കുന്നത്. ഇതിന് ചൈതന്യ ആശുപത്രിയിലേക്ക് കോർണിയ, അതാണിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർജറി. ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് ആശുപത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആംബുലൻസ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. പോലീസിന്റെ സേവനം കൂടി ഇപ്പോൾ ഈ ബന്ധുക്കളുടെ അടക്കം അനുമതിയോട് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 3 പേർക്ക് ഒരു പുതിയ ജീവൻ സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്വിന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മായുന്നതിനോടൊപ്പം തന്നെ മറ്റു 3 പേർക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടി ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.